ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായിട്ടുള്ള മഴയൊക്കെ മാറി നമുക്ക് കൃഷി ചെയ്യാൻ നല്ല ഒരു സാഹചര്യം, നല്ലൊരു പ്രകൃതി അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതാരും ഈ സമയം പാഴാക്കാതെ അടുക്കളത്തോട്ടത്തിലെ കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്തു തുടങ്ങിക്കോണം. വലിയ വലിയ കർഷകർക്കും അതുപോലെ പോളി ഹൗസ് ഉള്ളവർക്കും ഒന്നും മഴയൊന്നും ഒരു പ്രശ്നമല്ല. അതേസമയം നമ്മൾ ഈ അടുക്കളത്തോട്ടത്തിൽ കുറച്ച് സമയം കിട്ടുന്ന അവസരത്തിൽ ചെറിയ ചെറിയ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ചെടികളും പച്ചക്കറികളും ഒക്കെ നട്ടുപിടിപ്പിക്കുമ്പോഴാണ് ഈ ഭയങ്കരമായ മഴയൊക്കെ നമ്മളെ കാര്യമായി ബാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അനുകൂലമായ സാഹചര്യം വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ചിലതൊക്കെ നട്ടുപിടിപ്പിക്കാം. ചിലത് നമ്മളെ വിത്തുകൾ നേരിട്ട് പാകുകയാണ്, ചിലത് നമ്മളെ തൈകൾ പറിച്ചു മാറ്റി നടുകയാണ്. അപ്പം നമുക്ക് കുറച്ച് തൈകളൊക്കെ മാറ്റി നടാം, വളമിട്ട് കൊടുക്കാം, വിളവെടുക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് ഓടി വരാം. പോരെ. അപ്പം ഞാൻ എൻ്റെ ഈ പാത്രത്തിനകത്തെ മണ്ണ് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് നല്ലവണ്ണം ഒരുക്കിയിട്ടിരിക്കുവാണേ. എന്ന് വെച്ചാൽ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റി നല്ലോണം ഇലകളൊക്കെ ചേർത്ത് വളമൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന മണ്ണാണിത്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഈ തൈകൾ നടാൻ പോവുകയാണേ. ഇത് ഞാൻ വിത്ത് ഈ പേപ്പർ ഗ്ലാസ്സിനകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് പാകി കിളിപ്പിച്ചിരിക്കുന്നതാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പോട്ടിംഗ് മിക്സ് തന്നെയാണ് കേട്ടോ. പോട്ടിംഗ് മിക്സിനകത്ത് വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്കിത് നട്ടുകൊടുക്കാം. ഇത് സുക്കിനിയുടെ തൈകളാണേ. സുക്കിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അത്ര വ്യാപകമായിട്ട് ആൾക്കാർ കൃഷി ചെയ്യുന്ന ഒരു സാധനമല്ല. എന്നാൽ നമ്മളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാലഡ് കുക്കുംബറിനെ കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. നമ്മൾ സാലഡുകൾ ഉണ്ടാക്കാനും അല്ലാതെ വെറുതെ തിന്നാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കുക്കുംബറാണ് സാലഡ് കുക്കുംബർ എന്ന് പറയുന്നത്. അതിനേക്കാളും രുചികരമായിട്ട് കഴിക്കാൻ പറ്റുന്ന, അതിനേക്കാളും വലിപ്പത്തിൽ വളർന്നു കിട്ടുന്ന ഒന്നാണ് സുക്കിനി. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് സാധാരണ തണുപ്പുള്ള രാജ്യങ്ങളിലാണ്, അല്ലെങ്കിൽ ഇപ്പം വട്ടവടയൊക്കെ പോലെ മൂന്നാർ പോലെ വയനാട് പോലെയൊക്കെ ഉള്ളിടത്ത് ധാരാളമായി ഉണ്ടാകുന്നുണ്ടെങ്കിലും നമ്മുടെ കോട്ടയം പോലെ ചൂട് കൂടിയ സ്ഥലങ്ങളിലൊക്കെ അത്ര നല്ലോണം വിളഞ്ഞു കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പോൾ ഞാനിത് ഇതിവിടെ 1-2 തവണയൊക്കെ ഞാൻ വിളവെടുത്തിട്ടുള്ളതാണ്, നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യത്തെ കൃഷി നമുക്ക് ആദ്യം മുതലേ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നടുവാണേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ, ഒത്തിരി വലുതായിട്ട് വളരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് കൂടുതൽ സ്ഥലം കൊടുക്കണം. ഇപ്പോൾ ഈ പാത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 അടി നീളം ഉള്ള, കുറഞ്ഞത് 2 അടി നീളമുള്ള, 2 കൂടുതൽ കാണും, അത്രയും വലിപ്പമുള്ളൊരു പാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് 2 ചുവടാണ് നടുന്നത്. ഒന്ന് ഇങ്ങോട്ട് മാറിയും ഒന്ന് അങ്ങോട്ട് മാറിയും 2 എണ്ണം. അപ്പോൾ അങ്ങോട്ട് മാറി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് വളർന്നു വേണമെങ്കിൽ പുറത്തേക്ക് ചാഞ്ഞ് നിൽക്കാം. ഇവിടെ ആണെങ്കിലും പുറത്തേക്ക് ചാഞ്ഞ് നിൽക്കാൻ സാധിക്കും. പിന്നെ ഇതിനെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെക്കുന്നതെന്ന് പറഞ്ഞാൽ കുമ്മായ വിട്ട് പുളിപ്പ് മാറ്റിയിട്ടൊരു 5-6 ദിവസത്തിൽ കൂടുതലായിട്ടില്ല കേട്ടോ. നമ്മൾ പറയുന്നത് കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ 10 ദിവസമെങ്കിലും മിനിമം വെക്കണം എന്നാണ്. പക്ഷെ ഞാനിതിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ ഈ അയ്മനത്ത് പരിപ്പിലൊക്കെ ഉള്ള കൃഷിക്കാരൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുമ്മായം ഇട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയ പിന്നെ അവർക്ക് കീടങ്ങളുടെ ശല്യമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചവരോട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കൃഷി ചെയ്യുന്നത് ചോദിച്ചാൽ അവരെന്നോട് പറഞ്ഞു 10 ദിവസം ഇട്ടേക്കാനുള്ള ഒരു ക്ഷമയൊന്നും അവർക്കില്ല. അവർ കൃഷി കൂടുതൽ ചെയ്താലല്ലേ കൂടുതൽ വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ കൃഷി ചെയ്തത്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഇതൊരു 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ ഗ്ലാസ്സോടെയാണ് വെക്കുന്നത്. ഗ്ലാസ് പേപ്പറിൻ്റേതാണ്. അപ്പോൾ അത് മണ്ണിലേക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്ന അവസരത്തിൽ അലിഞ്ഞു പൊക്കോളും. അപ്പം ഞാനിത് ഗ്ലാസ്സോടെ ഇറക്കി വെക്കുവാണേ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെച്ചു. മണ്ണിപ്പോൾ ഇട്ടില്ലേലും കുഴപ്പമില്ല, ഇനി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇട്ട് കൊടുക്കണം. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ശല്യക്കാരനാരാന്നറിയോ? ഒച്ചുകളാണേ. അപ്പോൾ ഒച്ചുകളെ നിയന്ത്രിക്കാനുള്ള പരിപാടി നമ്മൾ നോക്കിക്കോണം. ഈ ഒച്ചുകൾ എപ്പോഴും വരുന്നത് അസിഡിക് മീഡിയത്തിലുള്ള മണ്ണിലാണ്. മണ്ണിന് പുളിപ്പ് കൂടുമ്പോഴാണ് ഒച്ചുകളുടെ ശല്യവും കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഒച്ചുകളുടെ ശല്യം കുറയ്ക്കാനുള്ളൊരു പ്രധാന പ്രതിവിധിയാണ് കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിനകത്ത് കൃഷി ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സുക്കിനി ചെടികൾക്ക് ചെറിയൊരു അസിഡിറ്റിയുള്ള മണ്ണായാലും ഒരു വിളവ് തരുന്നതിന് കുറഞ്ഞു പോകത്തില്ല കേട്ടോ. അതേസമയം നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീയൽ രോഗം ബാധിക്കും പുളിപ്പുള്ള മണ്ണിലാണെങ്കിൽ. അപ്പം ഞാൻ ഇവരെ ഇതുപോലൊരു നല്ല കുഴിയെടുത്തിട്ടാണ്, കാരണം കുറച്ച് ഭാഗം ഇവർ മണ്ണിലേക്ക് താന്നിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇതേപോലെ ഇതിനകത്ത് വെച്ചു. ഇനി ഇതുപോലെ ഞാൻ കുറച്ച് തൈകളും കൂടെ കിളിപ്പിച്ചിട്ടുണ്ട്. അവരെ നമുക്ക് ഇതുപോലെ തന്നെ മാറ്റി നടണം. കണ്ടോ. അപ്പം ഞാൻ രാവിലെ വെള്ളം ഒഴിച്ച മണ്ണായതുകൊണ്ട് ഞാൻ ഇനി വെള്ളം കൊടുക്കുന്നില്ല. ഈ സുക്കിനിയൊക്കെ കൃഷി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും ചെടിയുടെ ഇലകളിലേക്ക് നേരിട്ട് ഒഴിക്കാൻ പാടില്ല. ഇലകളിൽ നേരിട്ട് വീഴുന്നത് ഭയങ്കര കുഴപ്പമാണ്. പിന്നെ ഇവർക്ക് എപ്പോഴും വരുന്നൊരു പ്രധാന രോഗം എന്ന് പറയുന്നത്
പൗഡറി മിൽഡ്യൂവിൻ്റെ ഈ വെളുത്ത പൊടി ഇലകളിൽ പറ്റി പിടിച്ചിരിക്കുന്നത് പോലുള്ള രോഗങ്ങളാണ്. അത്തരത്തിലുള്ള രോഗങ്ങൾ വരാതെ നോക്കാം എന്നുണ്ടെങ്കിൽ നല്ലോണം വിളവ് തരും, നല്ല വലിയ കായകൾ തന്നെ കിട്ടും. നല്ല തേങ്ങയുടെ പൊങ്ങ് തിന്നുന്ന പോലെ, അത്രയ്ക്ക് മധുരം എന്നല്ല, ആ ഒരു ടെക്സ്ചറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവരെ കഴിക്കുമ്പം നമുക്ക് തോന്നിക്കുന്നത് കേട്ടോ. നല്ല മയമുള്ള പഴമല്ല, പച്ചക്കറിയുടെ ഒരു ഇനം തന്നെയാണ്. പക്ഷേ സാലഡുകൾ ഉണ്ടാക്കാനും വെറുതെ പച്ചക്ക് തിന്നാനും ഭയങ്കര നല്ലതാണ്. നമ്മളിത് ഈ അരികും വഴി മുഴുവനും പാവലും സാലഡ് കുക്കുംബറും മത്തയും കൂടെയാണ് നട്ടിരിക്കുന്നത്. അതിൽ ഒരു ചൂട് മത്ത ഇവിടെ വന്നിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിതിൻ്റെ മുട്ട് വന്ന് നിന്ന അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞതാണ്, ഇതിൻ്റെ പൂ വിരിയുമ്പം നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. പോളിനേഷൻ ചെയ്ത് കൊടുത്തവർ മാത്രമാണ് കായ്കളായി മാറുന്നതെന്നൊക്കെ പറഞ്ഞു. അതുപോലെ അതിൻ്റെ ഉണ്ടാകാൻ പറ്റുന്ന വലിപ്പത്തിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത് ഞാൻ പോളിനേഷൻ ചെയ്ത് കൊടുത്തതാണേ. അപ്പോൾ ഇത് പോളിനേഷൻ ചെയ്ത് കൊടുത്താലും അത് കായായി മാറുന്നുണ്ട്, വാടിപ്പഴുത്ത് പോകുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളിതിന് കവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതിനൊരു കവർ ഇട്ട് കൊടുക്കുവാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം ഇതുപോലത്തെ ഒരു സ്ഥലത്ത് തന്നെ മത്തങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടിയിടാൻ വന്നപ്പോഴത്തേന് തന്നെ കായ്ച്ചയുടെ ശല്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കായ്ച്ചയുടെ ശല്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാട് പോലൊക്കെ വരും. ചിലപ്പോഴാണെങ്കിൽ അവിടെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പിന്നെ ഇവർ വളരും. അപ്പം ഞാനൊരു ദിവസം നമ്മുടെ കുമ്പളം ഉണ്ടായതിനകത്ത് ഈ കായ്ച്ച കുത്തിയപ്പോൾ അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഓർക്കുവാണെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് കായ്ച്ച കുത്താതിരിക്കാനും വളരാനും വേണ്ടിയിട്ട് നമ്മൾ കായ്ച്ചക്കണി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടേ. വില കുറഞ്ഞ രീതിയിൽ, ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കായ്ച്ചക്കണി ഉണ്ടാക്കാം എന്ന് തന്നെ നമ്മൾ പറഞ്ഞൊരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പം ഞാൻ ഇതിന് കൂടിടുന്നത് കായ നമ്മൾ കൂടിനകത്തേക്ക് കയറ്റി, ഇത് വലയിലാണല്ലോ കിടക്കുന്നത്, അവിടെ ഒന്ന് വെറുതെ ഒന്ന് ഉടക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അവിടെ കിടന്നോളും. പക്ഷേ തണ്ട് മുറിയുകയോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചേക്കരുതേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെവിടെ കണ്ടോ, ഒരെണ്ണം കൂടെ ഉണ്ടാകുന്നുണ്ട് കണ്ടോ. ഇതിനപ്പുറത്തോട്ട് ഞാനിതിനെ വളർത്തുന്നില്ല, പക്ഷെ ഇതിൻ്റെ തൊട്ടപ്പുറത്തല്ല, അതിനപ്പുറത്തായിട്ട് ഞാൻ ഇതങ്ങ് വെട്ടി വിടുവാണേ. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ വളരണ്ട, ഇവിടം വരെ ധാരാളം മതി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് മുറിച്ച് കളയാനാണ്. ചിലപ്പോൾ ഇതിനെ ഈ വേനലായതുകൊണ്ട് ഉണക്ക് തട്ടും. അപ്പോൾ പുറകോട്ട് വന്നിട്ട് അത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഒരു തണ്ടും കൂടെ ഞാൻ അപ്പുറത്ത് വെച്ചിട്ട് മുറിച്ചിരിക്കുന്നത്. നമ്മുടെ ബന്ദി കണ്ടോ, നല്ല സൂപ്പറായിട്ട് പൂവിരിഞ്ഞ് നിൽക്കുക കേട്ടോ. ഇത് നമ്മളിവിടെ കൊടുത്ത ബന്ദിയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചതാണ്. ഈ കളറും ഉണ്ട്. ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഇതേപോലെ നിറച്ചുണ്ടായിട്ടുണ്ട്. അപ്പുറത്തൊരു ചൂടുണ്ട് ഈ കളറിൻ്റെ, അത് ഞാൻ അവിടെ ചെല്ലുമ്പം കാണിച്ചു തരാം. നമ്മുടെ ബീൻസ് ഉണ്ടായി കിടക്കുന്ന കണ്ടോ, നമ്മളിവിടെ കൊടുക്കുന്ന വിത്തുകൾ പാകി മുളപ്പിച്ചതാണ്. ഇതൊക്കെ ഞാൻ പാകി മുളപ്പിച്ചതെന്ന് പറയുന്നത് ഒരു 4-5 മണിക്കൂർ മാത്രം വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം നനഞ്ഞ തുണിയിൽ വാരി കെട്ടി വെച്ച് മുളപ്പിച്ചതിന് ശേഷമാണ് മണ്ണിലേക്ക് നട്ട് വളർത്തിയിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ബീൻസ് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ എവിടെയോ ഒരു ചെടിക്ക് വാടൽ വന്നിട്ടുണ്ടേ. അതുകൊണ്ടോ ഇല കരിഞ്ഞിരിക്കുന്നുണ്ടോ, നിറയെ ബീൻസും കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതെല്ലാം ബീൻസായി മാറേണ്ടതാണ്. പക്ഷേ ഏതോ ഒരു കമ്പോ ഏതോ ഒരു ചെടി ചുവട്ടിൽ നിന്ന് വരുന്നത് തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടോ, ഇതേപോലെ നല്ല നീളമുള്ള നമ്മൾ കടയിൽ നിന്ന് സാധാരണ വാങ്ങിക്കുന്നത് പോലെയുള്ള ബീൻസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് 1-2 അങ്ങാണ്ട് പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ വെള്ളത്തിലിട്ടതാണേ. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം വാരി കെട്ടി വെച്ചിരിക്കുവാണ്. ഇന്നിത് മുളയ്ക്കത്തില്ല, നാളെ രാവിലെ നോക്കണ്ട, നാളെ കഴിഞ്ഞ് രാവിലെ മാത്രമേ നമ്മളിത് എടുക്കാവുള്ളൂ. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വേറൊരു സാധനം കൂടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുള വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. മുളയ്ക്കാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ, ഒന്നും മുള വന്നിട്ടില്ല. ശരിക്കും ഇത് കണ്ടോ, മുളയുടെ അറ്റം കണ്ടോ, ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വളർന്നതിന് ശേഷം മാത്രം നമ്മളിത് വേറെ ഗ്ലാസ്സിനകത്ത്, ഞാൻ സാധാരണ ചെയ്യുന്നത് ഗ്ലാസ്സിനകത്ത് മണ്ണെടുത്ത് നമ്മുടെ പോട്ടിംഗ് മിക്സ് എടുത്ത് അതിനകത്ത് പാകി മുളപ്പിച്ചിട്ട് മാറ്റി നടുവാണേ. സാധാരണ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണേ. അപ്പോൾ ഞാനിന്നൊരു കടുങ്കൈ ചെയ്യാൻ പോവാണേ. ഇത് കണ്ടോ, ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ബീൻസിൻ്റെ വിത്താണേ. അപ്പോൾ ഞാൻ ഈ വിത്തിനെ ഉണ്ടല്ലോ ഈ മണ്ണിലോട്ട് നേരിട്ട് പാകാൻ പോവുകയാണേ. ഞാനിത് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടാനും മറന്നുപോലെ. ഈ കളറാണേ. ഈ കളറെന്ന് പറഞ്ഞാൽ വിത്തുകൾ കേടാകാതിരിക്കാനുള്ള എന്തോ സാധനം ആ കളറിനകത്ത് കളറുമായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി വെച്ചിരിക്കുന്നതാണിത്.
അപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ മണ്ണാണേ, ഈ മണ്ണിനകത്തോട്ട് ദേ നേരിട്ട് ഒരു 3-4 വിത്തുകൾ വീതം പാകുവാണേ. കണ്ടോ? ഇത് നമുക്ക് അടുത്ത ദിവസം വീഡിയോയ്ക്ക് കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം കിളുത്തിട്ടുണ്ടോയെന്ന്. ഇവിടെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എലിയുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഇനം പയറുകളും അവരെടുത്തുകൊണ്ട് പോകും. അപ്പം ഞാൻ ഇത്ര എണ്ണം, അതായത് ഒരു 3 സെറ്റ് ഇതിനകത്ത് നട്ടിട്ടുണ്ട്. കിളുക്കോ ഇല്ലയോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി നട്ടു കൊടുക്കാവേ. അല്ലെ നമ്മൾ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത് ആ വിത്തിട്ടതിൻ്റെ മുകളിലോട്ട്, വിത്ത് നനയാത്ത വിത്താണല്ലോ, അപ്പം നമ്മൾ കുറച്ച് കണ്ടോ ഇതേപോലെ, ഇത് സ്യൂഡോമോണാസ് കലക്കിയ വെള്ളമാണേ, കണ്ടോ, അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം തന്നെ കുറച്ചൊക്കെ മണ്ണിനകത്ത് മൂടിയിട്ടുണ്ട്. ഒത്തിരി ആഴത്തിൽ മൂടിപ്പോകരുത് കേട്ടോ. ഇതൊക്കെ ചെറിയ ഒത്തിരി വലിപ്പം ഇല്ലാത്ത വിത്തുകളല്ലേ. ഇവിടെ മണ്ണിനകത്ത് മൂടിപ്പോയ കാരണം ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെ ഇനി ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കണ്ടമാനം ആഴത്തിൽ പോയാൽ കിളുക്കത്തില്ല. ഇനി നമ്മളിത് നനയ്ക്കുകയും ചെയ്യണ്ട കേട്ടോ. ഇനി നാളെയോ നാളെ കഴിഞ്ഞോ, ഇപ്പം ഈ നനവ് മതി വിത്തുകൾ കിളുത്ത് വരാൻ. ഇന്ന് വൈകുന്നേരം വെള്ളം ഒഴിക്കുമ്പോഴും വെള്ളം ഒഴിച്ച് നാളെ രാവിലെയും വെള്ളം ഇതിനകത്ത് തന്നെ ഒഴിച്ചിട്ടിരുന്ന വിത്തെല്ലാം ചീഞ്ഞു പോകും. ബീൻസ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു വിത്തുകളാണ് ബീൻസിൻ്റേത്. ഇത് നമ്മുടെ ബട്ടർനട്ടിൻ്റെ ചെടിയാണേ. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതിൽ പൂ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇതിനിന്ന് ഞാൻ പോളിനേഷൻ ചെയ്ത് കൊടുത്തതാണ്. ഇതിൻ്റെ ചോട്ടി കാണിക്കുന്നുണ്ടോ? അതുപോലെ ഇതിനിന്ന് ഞാൻ പോളിനേഷൻ ചെയ്ത് കൊടുത്തതാണ്. 10 മണിക്കൊക്കെ മുന്നേ തന്നെ പൂക്കൾ വാടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ അതിന് പോളിനേഷൻ നടത്തി കൊടുക്കുന്നത്. ഇതിന് ഞാൻ പോളിനേഷൻ നടത്തി കൊടുത്തതാണേ. ഇവിടെയൊക്കെ ഉണ്ട്, കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇത് മുട്ടിനുണ്ടാകും. ഇവിടെ ഉണ്ടായി, അപ്പോൾ ഒരു 2 ഇല മാറി ഇവിടെ ഉണ്ടായി, ഇതിനൊരു 2 ഇല മാറിയിട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവരങ്ങ് മുന്നോട്ടേക്ക് പോകും കേട്ടോ. ഇത് നമ്മുടെ ഒരു ചൂട് വെള്ളരിയാണേ, കണ്ടോ. ഇതിൻ്റെ കൂടെ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് വാടിപ്പോയി. പക്ഷേ ഇതേ കണ്ടോ, കായുണ്ടായി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇങ്ങനെ കായുണ്ടായി നിന്നാൽ കായ്ച്ചകളുടെ ശല്യം വരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ കായ്ച്ചക്കണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മളൊരു മുൻകരുതൽ എന്ന നിലയിൽ ഈ കായെ നമ്മളിതുപോലെ കൂടിനകത്ത് കെട്ടിയിടുവാണെങ്കിൽ കൂടുതൽ ഒരു തരത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ കീടങ്ങളോ ഒന്നും ബാധിക്കാതെ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഭാഗത്തൊരു കായ ഉണ്ടായത് ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെ തലപ്പ് ഞാൻ ഇവിടെ വെച്ച് മുറിച്ച് കളഞ്ഞു, കണ്ടോ. ഈ ചെറിയ ചെറിയ ശാഖകളിൽ ഇതുപോലെ കായ്കളുണ്ടാവും. ഇതുപോലത്തെ കണ്ടോ, ഇങ്ങനെയുള്ള കമ്പുകളിലുണ്ടാവാം. കമ്പുകളിലാണ് പെട്ടെന്ന് കായ ഉണ്ടാകുന്നത്. അപ്പോൾ കായ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ മുന്നോട്ടുള്ള ഭാഗം നമ്മൾ ഒരില അല്ലെങ്കിൽ ഒരു 2 ഇല മുന്നിൽ വെച്ചിട്ട് മുറിച്ച് കളഞ്ഞോണം. അതാണ് ഉണ്ടായ കായ നല്ല വലിപ്പം വെച്ച് വളരാനായിട്ടുള്ള ഏറ്റവും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു മാർഗം. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഒരിനം പാവലാണേ. ഇത് അതിനേക്കാൾ കുറച്ചും കൂടെ വിളവ് കുറവാണ്, അതിനേക്കാൾ കുറവാണിത്. ഇതിവിടെ കണ്ടോ, കുഞ്ഞു കുഞ്ഞു കായകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഷേപ്പ് തന്നെ കണ്ടോ, ഇങ്ങനെ നീളത്തിലാണ്, വണ്ണം വയ്ക്കുമല്ല, നീളമാണ് ഇവർക്ക് കൂടുതലുണ്ടാകുന്നത്, വണ്ണമല്ല കേട്ടോ. അപ്പം ഞാൻ ഇതങ്ങ് മുറിച്ചെടുക്കുവാണേ. ഇതൊരെനം പാവൽ. ഇവിടെ ഞാൻ ചെറിയ രുദ്രാക്ഷ പാവൽ, അതുപോലെ അതിനേക്കാൾ കുറച്ചും കൂടെ വലുത്, സാധാരണ വലിപ്പത്തിലുള്ളത് ഒക്കെ ഞാൻ നിങ്ങളെ പാവൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിങ്ങ് പറിച്ചു. അതുപോലെ ഇവിടെ കണ്ടോ, ഇതിങ്ങ് പറിച്ചെടുക്കുവാണ്. ഇത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ചെറിയ പാവയ്ക്കാണേ, ഇത് പറിക്കാം. അപ്പം ഞാൻ ഇത്രയും പാവയ്ക്ക പറിച്ചിട്ടുണ്ട്. ഇത് ഈ നമ്മളിപ്പോൾ കണ്ട സൈസ് അല്ല. ഇത് കണ്ടോ, കുരുകുരാന്ന് മുള്ളു നിൽക്കുന്നുണ്ടോ, അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് മുള്ളു വരുന്ന ഇനം ഒരു പാവലാണേ. ഈ 2 സൈസിൻ്റെ ഇനവും അല്ല ഈ ഉണ്ടാകുന്നുണ്ടോ. പല ഇനത്തിലുള്ള പാവൽ. എന്നാൽ എൻ്റെ ചുവട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ഇവിടെയെല്ലാം പാവലിൻ്റെ തൈ നടുകയും പിന്നെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പാവൽ പൊട്ടി വീണ് അതിൻ്റെ വിത്തുകൾ വീണിട്ടും ഒക്കെ പാവൽ ഇവിടെ കിളുക്കാറുണ്ട്. ഇത് നമ്മുടെ സാലഡ് കുക്കുമ്പർ പഴയ ചൂടാണേ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഒത്തിരി വലിയ കായൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. പക്ഷേ ഇത് നല്ല പാകത്തിലുള്ളതാണ്. ഇത് ചെറുതായിരിക്കുമ്പോൾ ഇത് മുള്ളുള്ള ഇനമാണേ, കണ്ടോ. അപ്പോൾ 2 സാലഡ് കുക്കുമ്പർ കിട്ടി, കുറച്ച് പാവയ്ക്ക കിട്ടി, കുറച്ച് ബീൻസ് കിട്ടി. ഇവിടെ ഒരു ബീൻസിൻ്റെ ചെടിയുണ്ട്. ബീൻസ് ഉണ്ടായി തുടങ്ങുന്നുള്ളൂ. അവിടെ ഇവിടെയൊക്കെ വലുതായിട്ടുണ്ട്, പക്ഷേ കൂടുതലും ചെറിയ ചെറിയ കായ്കളാണ്. ഇത് കണ്ടോ, നമ്മളിവിടെ കൊടുക്കുന്ന പയറിനെ പാകി കിളിപ്പിച്ചിരിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് സ്ഥിരം പറയാറുണ്ടായിരുന്നു, എനിക്ക് പയറിങ്ങനെ പാകി കിളിപ്പിക്കാൻ പറ്റുന്നില്ല, എലിയുടെ ശല്യമാണ്, എലി ഇത് മാന്തിക്കൊണ്ട് പോകുമെന്ന് പറയല്ലേ. അങ്ങനെ എലിയുടെ ശല്യം തീരുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ട്.
ഞാനൊരു പരീക്ഷണത്തിന് ഇത് നിങ്ങൾ ഓർക്കും, എന്തിനാ ഈ ഒരു പാത്രത്തിൽ ഇത്രയും ചൂടെന്ന് വിചാരിക്കും. എലി കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി 2, 3, 4 എങ്കിലും എനിക്ക് കിളുത്ത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. പക്ഷേ അത് ഏകദേശം എല്ലാം തന്നെ കിളുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ കയറ് കെട്ടി മുകളിലോട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ 1, 2, 3 എണ്ണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പോരാ. പയർവള്ളികൾ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കയറിപ്പോയി കഴിഞ്ഞാൽ പൂക്കൾ മിക്കവാറും കൊഴിഞ്ഞു പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ വള്ളികൾ കൊടുക്കണം. പലയിടത്തായിട്ട് അവർ പടർന്നാലേ ഉള്ളൂ നമുക്ക് നല്ലോണം പയർ വിളവെടുക്കാൻ കിട്ടത്തുള്ളൂ. ഈ കിളുത്ത് നിൽക്കുന്ന തൈകൾ കണ്ടോ, ഇത് കൊത്തമരയുടെ തൈകളാണേ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന കൊത്തമരയുടെ പാക്കറ്റിലുള്ള വിത്ത് തന്നെ പൊട്ടിച്ചു. ഒരു പാക്കറ്റിലെന്ന് പറഞ്ഞാൽ കുറേ അധികം വിത്തുകളുണ്ട് കേട്ടോ. അപ്പം ഞാനിത് പരീക്ഷണാർത്ഥം വിത്തുകളെ ഈ പാത്രത്തിനകത്ത് മണ്ണൊക്കെ സെറ്റാക്കിയതിന് ശേഷം 4 ഇടത്തായിട്ട് കുറേശ്ശെ വിത്തുകൾ ഇട്ടു. അപ്പം തീരത്തില്ല. പലയിടത്തായിട്ട് വളർത്തി കൊടുക്കാൻ അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കാനുള്ള സൗകര്യവും എനിക്കില്ല. കുറച്ച് ഇടം മാത്രമേ ഉള്ളൂ. ഇപ്പം ദേ ഇവിടെ നിൽക്കുന്നതാണെങ്കിൽ തന്നെ കണ്ടോ, എല്ലാ പാത്രങ്ങൾക്കകത്തും അതും ഇതും എല്ലാം തന്നെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ കൂടുതൽ നട്ടു. ഈ കൊത്തമരയുടെ വിത്തിനും ബീൻസ് പോലെ തന്നെയാണേ, വെള്ളം കൂടിപ്പോയാൽ ചീഞ്ഞു പോകും. ഇതിപ്പോൾ കിളുത്തതിന് ശേഷവും അങ്ങനെ തന്നെ സംഭവിക്കാം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അവർ ചീഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ എവിടെയും ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഒന്നുപോലും കിളുക്കാതിരുന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ആരോ എനിക്കൊരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കൊത്തമരയുടെ വിത്തുകൾ ഒരു രാത്രി മുഴുവനും വെള്ളത്തിലിട്ടിട്ട് കിളിപ്പിച്ച് നോക്കി, കിളുത്തില്ല. 4 മണിക്കൂറോ 5 മണിക്കൂറോ മാത്രം വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നോക്കി നട്ടി കിളുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഞാൻ നമ്മുടെ വിത്തുകളെ നേരിട്ട് മണ്ണിളക്കി അതിനകത്തോട്ടിട്ടിട്ട് വെള്ളം തളിച്ചു വെച്ചതാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് ഇവർ കിളുത്ത് കയറി വന്നത്. കാരണം കുതിർത്തിട്ടൊന്നും ഇല്ലല്ലോ, ഫ്രഷായിട്ട് കൂടിനകത്തുനിന്ന് തന്നെ പൊട്ടിച്ച് പാകിയതാണ്. ഇപ്പം 4-മത്തെ 3-മത്തെ ഒക്കെ ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ വളരുമ്പം ഇപ്പം നമ്മൾ പറയുന്ന സുക്കിനിയുടെ തൈകൾക്കായാലും ഇതിനായാലും എല്ലാം 10 ദിവസം കൂടുമ്പോൾ നിർബന്ധമായും വളം കൊടുത്തിരിക്കണം. അത് ജൈവവളമായാലും രാസവളമായാലും എന്തായാലും കുഴപ്പമില്ല. കൃത്യമായും ഇവർക്ക് വളം കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ നല്ല വിളവ് തരത്തുള്ളൂ. അതുപോലെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കാതെ കിടന്നിട്ട് ഒന്ന് പതുക്കെ കയറി വന്നതിന് ശേഷം വളം കൊടുത്തിട്ടും കാര്യമില്ല. ഇതിനി ഒരാഴ്ച കൂടെ കഴിയുമ്പം മുതൽ 10 ദിവസം കൂടുമ്പം കൃത്യമായി വളം കൊടുക്കണം. അതുപോലെ വെള്ളം കൊടുക്കണം. പക്ഷേ ചുവട്ടിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കരുത്. നനവും തണുപ്പും ചുവട്ടിൽ നിന്ന് മാറാനും പാടില്ല. അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പുതയിട്ട് കൊടുക്കുന്നതാണ്. ഉണങ്ങിയ ഇലകളോ പച്ചിലകളോ ഉപയോഗിച്ച് നമുക്ക് പുതയിടാം. ഉണങ്ങിയ ഇലകളാണെങ്കിൽ പിന്നെ അവർക്ക് അതിൽ നിന്ന് ചൂടുണ്ടാകത്തില്ല. പച്ചിലകളാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അവർ അവിയുന്നതിനനുസരിച്ച് അത് ഒരുമാതിരി ചീയലുണ്ടല്ലോ, അഴുകൽ സംഭവിക്കുമ്പം ചൂടുണ്ടാകും. ആ ചൂട് ചിലപ്പം ചെടിയുടെ തണ്ടിലൊക്കെയാണ് മുട്ടുന്നതെങ്കിൽ ചെടിയുടെ തണ്ടുകൾ വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. ഇത് കണ്ടോ, ഈ മുളക് ഇതിന് കുരുടിപ്പ് രോഗം വന്നതാണേ. കണ്ടോ, ഈ ഇല കണ്ടാലറിയാം, ഈ ഇല കണ്ടാലറിയാം. കണ്ടോ, ആ കുരുടിപ്പ് വന്നതിന് ശേഷം ഞാനത് മാറ്റിയെടുത്തിരിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്ന അതേ രീതി തന്നെ ഉപയോഗിച്ചാണ് ഇവരുടെ കുരുടിപ്പ് രോഗം ഞാൻ മാറ്റിയെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും അതേ രീതി ചെയ്തു നോക്കാവുന്നതാണ്. അതുപോലെ ഈ ചെടിയാണെങ്കിൽ ഇത്രയൊക്കെ വളർന്നു വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എന്നാ ചെയ്യണമെന്നറിയാം, ഇതിവിടെ പൂ വന്നു തുടങ്ങുവാണേ. അപ്പം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ നാമ്പങ്ങ് നുള്ളി മാറ്റണം. അപ്പോൾ അവിടെ കൂടുതൽ ശിഖരങ്ങൾ വരികയും അതിലെല്ലാം കൂടുതൽ മുളകുകൾ ഉണ്ടാകുകയും ചെയ്യും. മുളകിൻ്റെ വിളവ് കൂട്ടാനുള്ള ഒരു കിടിലൻ ടിപ്പാണിത് കേട്ടോ. ആരോടും പറഞ്ഞു കൊടുക്കണ്ട, എല്ലാവരും ചെയ്തു നോക്കൂ. കുറേ കാര്യങ്ങൾ പല ഇനത്തിലുള്ള പച്ചക്കറി ചെടികളുടെയൊക്കെ വിത്തുകൾ പാകുന്നതിനെക്കുറിച്ചും അതുപോലെ തൈകൾ മാറ്റി നടുന്നതിനെക്കുറിച്ചും അവരുടെ പരിപാലന രീതിയെക്കുറിച്ചൊക്കെ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ ചെടികളൊക്കെ നട്ടു വളർത്തുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ്. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.